സുധാമൂർത്തിയുടെ പ്രശസ്ത നോവലായ ഡോളർ ബഹു ഇന്ത്യൻ മധ്യവർഗ കുടുംബങ്ങളിലെ പണത്തോടുള്ള ഭ്രമത്തെയും അതുണ്ടാക്കുന്ന ബന്ധങ്ങളിലെ സങ്കീർണതകളെയും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഡോളർ സമ്പാദിക്കുന്ന മരുമകളെക്കുറിച്ച് അഹങ്കരിക്കുന്ന അമ്മായിയമ്മയുടെയും രൂപയുടെ മൂല്യം മാത്രമുള്ളതിനാൽ നിരന്തരം താരതമ്യം ചെയ്യപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന രണ്ടാമത്തെ മരുമകളുടെയും കഥയാണിത്. വിനീതിൻ്റെ ഭാര്യ വിനോദയുടെയും അമേരിക്കയിൽ താമസിക്കുന്ന ചന്ദ്രുവിൻ്റെ ഭാര്യ ജമുനയുടെയും ജീവിതമാണ് നോവലിൻ്റെ പ്രധാന വിഷയം. നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം ഗൗരമ്മയാണ്. തൻ്റെ മൂത്ത മകൻ ചന്ദ്രുവിനെ വിവാഹം കഴിച്ച ഡോളർ സമ്പാദിക്കുന്ന ഡോളർ മരുമകൾ ജമുനയോട് അവർക്ക് പ്രത്യേക സ്നേഹവും മതിപ്പുമുണ്ട്. എന്നാൽ ബാങ്ക് ക്ലർക്കായ ഇളയ മകൻ ഗിരീഷിൻ്റെ ഭാര്യ വിനോദയെ അവർ നിരന്തരം കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നു. പണം മാത്രമാണ് സന്തോഷകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ അമ്മായിയമ്മയുടെ മനോനിലയെ സുധാമൂർത്തി ഇവിടെ ചിത്രീകരിക്കുന്നു. ഈ താരതമ്യപ്പെടുത്തലുകൾ കാരണം വിനോദ മാനസികമായി തളരുന്നു. ലളിതമായ ഭാഷയും വ്യക്തമായ ആഖ്യാന ശൈലിയും നോവലിനെ വായനക്കാർക്ക് വേഗത്തിൽ അടുത്തറിയാൻ സഹായിക്കുന്നു. അമേരിക്കയിലെ മകൻ്റെയും മരുമകളുടെയും അടുത്തുള്ള ഗൗരമ്മയുടെ സന്ദർശനമാണ് കഥയിലെ വഴിത്തിരിവ്. അവിടെ ഡോളറുകൾക്ക് സ്നേഹത്തിൻ്റെയും കുടുംബബന്ധങ്ങളുടെയും ഊഷ്മളത നൽകാൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിയുന്നു. വിദേശത്തെ ജീവിതം പുറമേ കാണുന്നത്ര ആഡംബരമുള്ളതല്ല എന്നും അവിടെയും സ്വന്തമായ ഒരു സ്വത്ത് നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ ഏകാന്തതയുണ്ട് എന്നും അവർ മനസ്സിലാക്കുന്നു. ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് എന്ന പ്രയോഗത്തിൻ്റെ യാഥാർത്ഥ്യം ഗൗരമ്മ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവ് അവരെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുകയും വിനോദയുമായുള്ള ബന്ധം നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പണത്തേക്കാളും പ്രശസ്തിയേക്കാളും വലുത് സ്നേഹവും ബഹുമാനവും സംതൃപ്തിയോടെയുള്ള ജീവിതവുമാണെന്ന ശക്തമായ സന്ദേശമാണ് നോവൽ നൽകുന്നത്.